ഹായ് ഹായ് ഹലോ അല്ല എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ തലയിലൊരു ഹെഡ്ലൈറ്റ് വെച്ചാണ് ഇപ്പോൾ നടക്കുന്നത്. കണ്ടെല്ലാവരും തലയിലൊരു ഹെഡ്ലൈറ്റ്. അപ്പോൾ നമുക്ക് ചെറിയൊരു മുറിവ് പറ്റി. വലിയ മുറിവൊന്നുമല്ല, ചെറിയൊരു മുറിവ്. അപ്പോൾ അത് പറ്റിയത് എന്താണെന്ന് പറയുന്നൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ 2-3 ദിവസത്തേക്ക് ഇനി വലിയ വീഡിയോസൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇത് ഇന്നലെ ഇപ്പോൾ ചൊവ്വാഴ്ച പറ്റിയതാണ് ഈ മുറിവ്. അത് സംഭവം എന്താ വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. രാവിലെ നമ്മൾ അക്വേറിയം നന്നാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പുതിയ അക്വേറിയം വെക്കണേ. അപ്പോൾ അക്വേറിയം നന്നാക്കി കഴിഞ്ഞ് ഞാൻ ചെണ്ട കൊട്ടാൻ പോവേണ്ടത്, ശിങ്കാരിമേളത്തിനൊക്കെ പോവേണ്ട. അപ്പോൾ ശിങ്കാരിമേളത്തിന് മുമ്പ് അതിൻ്റെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് എനിക്കൊരു പുളീൻ്റെ കോല് വേണമായിരുന്നു കൊട്ടാൻ. പുളീൻ്റെ കോല് കൊട്ടാൻ വേണം. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി ഞാൻ എൻ്റെ പഴയ വീടിൻ്റെ അവിടെ മലയിൽ എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോഴാണ് ഇത് പറ്റിയത്. സംഭവം എന്താ വെച്ചാൽ എനിക്ക് ഇന്നലെ ചൊവ്വാഴ്ച വൈകുന്നേരം 7 മണിയാകുമ്പോൾ പ്രാക്ടീസ് അരീക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കോലുണ്ടാക്കാൻ വേണ്ടി പോയതാണ്. എനിക്കും പിന്നെ അമ്മയ്ക്ക് കോലുണ്ട്, അമ്മയും കൊട്ടാൻ പോലൊക്കെ ഉണ്ട്, അമ്മയ്ക്ക് കോലുണ്ട്, പിന്നെ അനിയന് കോല് വേണമായിരുന്നു. അപ്പോൾ എനിക്ക് അനിയനും കോലുണ്ടാക്കാൻ വേണ്ടി പോയതാണ് ഞാനും എൻ്റെ രണ്ടാമത്തെ അനിയനും കൂടി പവിയും രണ്ടാളും കൂടിയാണ് പോയത്. അപ്പോൾ അങ്ങനെ പോയി അവിടെ എത്തി. ഞാൻ മരത്തുമ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ നമ്മളെ ചാനലിൽ ഇട്ടുണ്ട്, ഷോർട്സ് ആക്കിയിട്ട് തലയ്ക്ക് പറ്റണത്. അപ്പോൾ അതേമാതിരി മരത്തുമ്പോൾ കയറിയിട്ട് ഞാൻ എന്ത് ചെയ്ത് നിന്ന് കൊമ്പ് വെട്ടിയതാണ്. കൊമ്പ് വെട്ടി മുഴുവനായിട്ട് വെട്ടി കൊമ്പങ്ങോട് ചാഞ്ഞ് കിടന്നപ്പോൾ അതിന്മേൽ കുറച്ച് കുടുങ്ങി നിന്ന് കൊമ്പ്. അപ്പോൾ ഞാനൊന്ന് ഇളക്കി കൊമ്പ് നിലത്തി കിടാൻ നോക്കിയതാണ്. അങ്ങനെ ഇളക്കിയതിൽ ആ കൊമ്പ് നിലത്തിയോട് വീട് അവിടെ കുത്തി നേരെ ഇങ്ങോട്ട് വന്നിട്ട് അടിച്ച് തലക്കി. ആ വീഡിയോയിൽ കണ്ടവർക്ക് മനസ്സിലാകും വന്ന് അടിക്കണത്. അപ്പം അങ്ങനെ പറ്റി. അപ്പോഴ് ചോരയുടെ ഒഴുകി. അപ്പം ഇങ്ങനെ മുഖത്തോടെ ഇങ്ങനെ ചോര ഒഴുകി, മൂക്കിൻ്റെ ഇതിലൂടെ ഒഴുകി, വായലെ തിരുവോടെ ചോരയുടെ ഒലിച്ച് ചെയ്യുക. ചോര കണ്ടാൽ എൻ്റെ ബോധം കിടും. അങ്ങനത്തെ ഒരു മൈൻഡാണ് ഞാൻ. ചോര കാണുമ്പോഴേക്ക് എൻ്റെ പാതി ജീവൻ പോയി. അപ്പോൾ അങ്ങനെ ചോരയുടെ ഒലിച്ച് പിന്നെ ഒന്നും നോക്കിയില്ല. ആ ചോരയും പൊത്തി പിടിച്ചിട്ട് ഓടി ഞാൻ മുകളിൽ കൂടെ റോഡിൻ്റെ ഇതിലൂടെ ഓടി. അവിടെ ഒരു വീടുണ്ട്, അടുത്തൊരു വീടുണ്ട്. ഞാൻ വീട്ടിൽ കയറി. അങ്ങനെ ഓലയ്ക്ക് കുറച്ച് കുടിക്കാൻ വെള്ളം തന്ന് പിന്നെ ചോര കൊപ്പി കളഞ്ഞ് അങ്ങനെ കുറച്ച് ആടെ കുത്തിരുന്നപ്പോൾ ചോര വിരൽ നിന്ന്. പിന്നെ അച്ഛനെ വിളിച്ച്, അച്ഛൻ ഇവിടെ പണിയെടുക്കേനി. അച്ഛനെ സ്വീപ്പാക്കി അച്ഛനെ വിളിച്ചു വരുത്തി. അങ്ങനെ അച്ഛനെ പണീൻ്റെ ഇടയിൽ അച്ഛനെ വിളിച്ചു വരുത്തിയിട്ട് അച്ഛൻ ഇനിയും കൊണ്ട് ഓട്ടോറിക്ഷയിൽ അച്ഛൻ്റെ വണ്ടിയിൽ കൊണ്ടുപോയി ആശുപത്രിയിൽ കൊണ്ടുപോയി. പിന്നെ അമ്മ അതേമാതിരി കടയിൽ പോയതേനി. ഇന്നലെ എല്ലാവരും ഞാൻ സ്വീപ്പാക്കിനി. അച്ഛനെ സ്വീപ്പാക്കി പണീൻ്റെ ഇടയിൽ. അമ്മ അതേമാതിരി കടയിൽ കുത്തിരിക്കുകയിനി. അപ്പോൾ അമ്മേനെയും വിളിച്ചു വരുത്തി, അമ്മേനെയും സ്വീപ്പാക്കി. എല്ലാവരും പണി ഇന്നലെ മുടക്കി ചെണ്ടക്കോലിന് വേണ്ടിയിട്ട്. അങ്ങനെ ആശുപത്രിയിൽ പോയിട്ട് പിന്നെ അതുപോലെ ആദ്യം വാഷ് ചെയ്തിട്ട് പിന്നെ സ്റ്റിച്ച് ഇട്ടണം കേട്ടോ. 3 സ്റ്റിച്ചുണ്ട്. ഞാൻ മുറിമിക്ക് നോക്കിയിട്ട് തന്നെയല്ല, ഞാൻ ചോര ഒലിച്ചത് മാത്രമല്ല, ഞാൻ മുറി കണ്ടിട്ട് തന്നെയല്ല, കണ്ടാൽ ഞാൻ അപ്പം ബോധം കെട്ട് വീഴും. അങ്ങനത്തെ അവസ്ഥയിലേനി. അപ്പോൾ ഓല ആദ്യം വാഷ് ചെയ്ത് പിന്നെ സ്റ്റിച്ചിട്ട് പിന്നെ ഇനി 1.5 ചെല്ലാൻ പറഞ്ഞത്, ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി 1.5 ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ഇനി അതിന് പോകണം. ഇപ്പോൾ 7 ദിവസം കഴിഞ്ഞാൽ സ്റ്റിച്ച് എടുക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പറ്റിയതാണ് കേട്ടോ ഇത്. ഇന്നലെ നല്ല വേദന ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രിയൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല വേദന ഉണ്ടായിരുന്നു. പിന്നെ ഇന്ന് വേദന കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ തലയ്ക്കൊരു ചെറിയ മുറിയേറ്റി കുറച്ച് ദിവസത്തിന് ഇനി വലിയ വീഡിയോസൊന്നും ഉണ്ടാവില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ അച്ഛൻ നേരം ആശുപത്രിയിൽ എന്ന് പറഞ്ഞ് ഇപ്പോൾ ഒരു ചെണ്ടക്കോൽ ഉണ്ടാക്കുന്നതിന് വേറെ ഇപ്പോൾ ഒരു ചെണ്ട വാങ്ങാനുള്ള പൈസയായി അവിടെ. അതായത് ഒരു ചെണ്ടക്കോൽ 150 രൂപയ്ക്ക് വാങ്ങാൻ കിട്ടും. ആ കിട്ടണ നേരത്ത് ഞാൻ പുളി മതി എന്നുള്ളൊരു മൈൻഡിൽ ആ നേരത്തോട് തോന്നിയൊരു കാര്യമാണത്. അവിടെ പോയി വടി പറിക്കാമെന്നൊരു തോന്നി, അങ്ങനെ പോയി പറിച്ച് പറ്റിയതാണ്. അങ്ങനെ 150 രൂപ ചെണ്ടക്കോല് വാങ്ങേണ്ട സ്ഥലത്ത് 1200 രൂപ അച്ഛൻ ഇന്നലെ അവിടെ ആശുപത്രി കൊടുക്കേണ്ടി വന്നു. ഒരു ദിവസത്തെ പണിക്കൂലി അവിടെ പോയി. അപ്പോൾ അതൊക്കെയാണ് എന്നുകൊണ്ട് കിട്ടുന്ന ഓരോ ഉപകാരങ്ങളാണ് ഇതൊക്കെയാണ് അവർ പറഞ്ഞത്. എന്ത് ചെയ്യാൻ, അപ്പം അങ്ങനെ പറ്റിപ്പോയി. അപ്പം എന്തായാലും കുറച്ച് ദിവസം ഇനി വീഡിയോസൊന്നും ഉണ്ടാവില്ല. അപ്പോൾ 2-3 ദിവസം റെസ്റ്റാണ്. 2-3 ദിവസം റെസ്റ്റ് എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യാൻ തുടങ്ങുന്നതായിരിക്കും. എൻ്റെ ഒരു കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ 90% പേടി, 10% ധൈര്യമുള്ള ആളാണ് ഞാൻ. അതെല്ലാവരും പറയും, സത്യമാണ്. ചോര കണ്ട എൻ്റെ പാതി ജീവൻ പോവും. അതിപ്പോൾ എന്താണേലും ഇത്തിരി ചോര കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞാൽ പോലും ചോര കണ്ടാൽ എന്തോ മാതിരിയാണ്. ഇപ്പം എന്താ അറിയില്ല, അങ്ങനെ ആയിപ്പോയി. അപ്പം എൻ്റെ കുഴപ്പം കൊണ്ടാണോ അറിയില്ല. അങ്ങനെ ചോര കണ്ടാലേക്കൊരു അസ്വസ്ഥതയാണ്. അപ്പം ഇന്നലെ മുഖത്തോട് ചോര വലിച്ചുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. ഇതിലൂടെ ചോര വലിച്ചപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല.
എന്തോ ഭാഗ്യം ഞാൻ ആ നേരത്തെ അവിടെ തലറങ്ങി വീണില്ല. തലറങ്ങി വീണെങ്കിൽ ആ കാട്ടിൽ കിടന്നിന് ഒരാളില്ല. അത് എൻ്റെ ഒപ്പം എൻ്റെ രണ്ടാമത്തെ അനിയനാണുള്ളത്. ഓനിൻ്റെ മുഖത്തൂടെ ചോര എന്നിട്ടപ്പോൾ ഓന് ചിരി തരികയാണ്. ഓൻ പറയാം ഓനെ ചിരി തരിക മുഖത്തൂടെ ചോര എന്നപ്പോൾ ഓന് മഞ്ചപ്പടം മുഖത്തൂടെ ചോര ഒളിച്ച് അന്താളിച്ച് മോനെ ചിരി തരികയാണ്. പിന്നെ അങ്ങനെ പോയി ഒന്ന് അച്ഛൻ്റെ എല്ലാവരെയും അത്യാവശ്യത്തിന് കേട്ട് സന്തോഷമായി. ഒരാഴ്ചത്തേക്കുള്ളത് എന്തായാലും. പിന്നെ ഇപ്പോൾ ക്ലാസ് ഇല്ലാത്തതിനോട് വേറെ പണിയൊന്നും ഇല്ലാത്തതിനോട് ഇങ്ങനെ വീട്ടിൽ കുത്തിരിക്കാം. അപ്പം എന്തൊക്കെയായാലും നമ്മളിനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാം പൂർവാധികം ശക്തിയോടെ. സോ ഇന്നത്തെ വീഡിയോ എന്നോട് അതിൻ്റെ ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. നെറ്റിയത്തെ ഇത് എൻ്റെ അമ്മ ഇന്നലെ വാഷ് ചെയ്യുമ്പോൾ ഒരു വേദന എടുത്ത് ഒരു തരിപ്പിച്ചതിനോടാണ് ഞാൻ അവിടെ കിടന്ന് ആർക്കാഞ്ഞത്. അല്ലെങ്കിൽ ഉറപ്പാണ് ഞാൻ ആ ആശുപത്രിയിൽ ആർത്തെ എല്ലാവരും തീരുമാനമാക്കിനി. അപ്പോൾ എന്തൊക്കെയായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. സോ എല്ലാവർക്കും ബൈ.